കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസു. നമസ്കാരം, എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്നും പതിവ് പോലെ അറിവിന്റെ ലോകത്തിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക് ECN അടുത്തിടെ രൂപീകരിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക് അതായത് ECN അടുത്തിടെ രൂപീകരിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? ഉത്തരം ആസാമിലാണ്. ആസാം ആസ്ഥാനമായിട്ടുള്ള ലാഭേച്ഛയില്ലാത്ത സംഘടനയായ ആരണ്യക് അഥവാ എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക് എന്ന പേരിൽ പ്രാദേശിക കമ്മ്യൂണിറ്റികളുടെ ഒരു ശൃംഖല രൂപീകൃതമാക്കുകയാണ് ഉണ്ടായത്. ആസാമിലെ മനുഷ്യ ആന സംഘർഷം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് ഈ ശൃംഖല രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ ആനകളുടെ സ്വാഭാവിക പരിസ്ഥിതിയെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും ഫലപ്രദമായ ലഘൂകരണ നടപടികളെക്കുറിച്ചും പഠനങ്ങൾ നടത്തിവരുന്നു എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഏഷ്യൻ ആനകളുടെ ജനസംഖ്യയുള്ള സംസ്ഥാനമായ ആസാമിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ അവസ്ഥ ലഘൂകരിക്കാൻ സ്വീകരിച്ച ഒരു പുതിയ പ്രോജക്റ്റ് കൂടിയാണ് എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക് അഥവാ ECN. അപ്പോൾ ECNന്റെ ശരിയായിട്ടുള്ള പേരാണ് എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഫുൾ ഫോം ആണ് എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക്. ഈ എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക് ECN എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് അടുത്തിടെ ഇത് രൂപീകരിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കേട്ടു. ആസാമിലാണ് രൂപീകരിച്ചത്. ആസാമിലെ HEC ബാധിത ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ യുവാക്കളെ ഉൾപ്പെടുത്തി ഇതുവരെ 7ഓളം ECNകളാണ് രൂപീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടാതെ ECN അംഗങ്ങൾ ആരണ്യകിനെ വിവിധ HEC സംഭവങ്ങൾ നിരീക്ഷിക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും സഹായിച്ചു വരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതായത് വിളനാശം, മനുഷ്യരുടെയും ആനകളുടെയും മരണകാരണങ്ങൾ, ഇവയിൽ ശാസ്ത്രീയ ഗവേഷണ അധിഷ്ഠിത ലാഭേച്ഛയില്ലാത്ത ലഘൂകരണ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. കൂടാതെ ദുരിത ബാധിതരായ ഗ്രാമീണർക്ക് റീചാർജ് ചെയ്യാവുന്ന സ്പോട്ട്ലൈറ്റുകൾ പോലുള്ള മികച്ച ഉപകരണങ്ങളുടെ വിതരണത്തിലും അവർ ഓർഗനൈസേഷനെ സഹായിച്ചു വരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക് അഥവാ ECN അടുത്തിടെ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ആസാമാണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2023 മികച്ച ഫിഫ പുരുഷ കളിക്കാരൻ അവാർഡ് നേടിയ ഫുട്ബോൾ താരം. 2023 മികച്ച ഫിഫ പുരുഷ കളിക്കാരൻ അവാർഡ് നേടിയ ഫുട്ബോൾ താരം. ഉത്തരം ലയണൽ മെസ്സിയാണ്. പാരീസിൽ നടന്ന ദ ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡിൽ അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി പുരുഷ ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരനായി ഫിഫ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു സവിശേഷത തന്നെയാണ്. 2021 ഓഗസ്റ്റ് മുതൽ 2022 ഡിസംബർ വരെ പുരുഷന്മാരുടെ ഫുട്ബോൾ പ്രകടനത്തിലെ മികച്ച പ്രകടനത്തിനാണ് മെസ്സി ഈ അവാർഡിന് അർഹനായത്. അതിനോടൊപ്പം ഫ്രാൻസിന്റെ തന്നെ കിലിയൻ എംബാപ്പയും അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇനി മികച്ച വനിതാ താരത്തിനുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാലോ, അതിനും ഉത്തരമുണ്ട്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായിട്ട് 2ാം തവണയും സ്പെയിനിന്റെ അലക്സിയ പുട്ടലസിനാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ലയണൽ മെസ്സിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. അർജന്റീനിയൻ ഫുട്ബോൾ കളിക്കാരനാണ് ലയണൽ മെസ്സി. ലിയോ എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ലയണൽ ആൻഡ്രസ് മെസ്സി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. പലപ്പോഴും ലിയോ അല്ലെങ്കിൽ ലയണൽ മെസ്സി എന്ന പേരിലാണ് നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. തന്റെ തലമുറയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായി കരുതപ്പെടുന്ന വ്യക്തിത്വമാണ് ലിയോ. തന്റെ 21ാമത്തെ വയസ്സിൽ യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡും ഫിഫ ലോക ഫുട്ബോളർ ഓഫ് ദി ഇയർ എന്നീ പുരസ്കാരങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. 2021 ലഭിച്ച 7ാമത് ബാലൻഡിയോർ ബഹുമതിയോടുകൂടി 7 തവണ ഇതേ ബഹുമതി നേടുന്ന ആദ്യത്തെ കളിക്കാരൻ എന്ന ഖ്യാതിയും അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ്. ഇനി മറഡോണ മെസ്സിയാണ് തന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1987 ജൂൺ മാസം 24 റൊസാരിയോ, അതായത് അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇനി നമുക്ക് നേരത്തെ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞായിരുന്നു, മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി 2ാം തവണയും നേടിയ വ്യക്തിത്വം സ്പെയിനിന്റെ അലക്സിയ പുട്ടലസ് എന്ന്. അപ്പൊ നമുക്കിനി അലക്സിയ പുട്ടലസിനെ കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. അലക്സിയ പുട്ടലസ് സെഗ്യൂറ എന്നാണ് അവരുടെ മുഴുവൻ പേര്. പലപ്പോഴും അലക്സിയ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. സ്പാനിഷ് ഫുട്ബോൾ പ്രൊഫഷണൽ കളിക്കാരിയായ വ്യക്തിത്വമാണ് അവർ. 2022 ഒരു യൂറോപ്യൻ കളിക്കാരന് ലഭ്യമായ എല്ലാ പ്രധാന ക്ലബ്ബുകളും വ്യക്തിഗത അവാർഡുകളും നേടിയതിനാൽ ലോകത്തിലെ ഏറ്റവും മികച്ച സമകാലിക വനിതാ ഫുട്ബോൾ കളിക്കാരിയായും എക്കാലത്തെയും മികച്ച വനിതാ കളിക്കാരിൽ ഒരാളായും അവർ
പരക്കെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി അവരുടെ ജനനം എന്ന് പറയുന്നത് 1994 ഫെബ്രുവരി മാസം 4-ാം തീയതി. ജനനസ്ഥലം ബാർസലോണയിലെ കാറ്റലോണിയ, അതായത് സ്പെയിനിലെ കാറ്റലോണിയ അഥവാ ബാർസലോണയിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ് അൽ മൊഹിദ് അൽ ഹിന്ദി 23 എന്ന അഭ്യാസം നടന്നത്? ചോദ്യം ഇതാണ്: ഇന്ത്യക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ് അൽ മൊഹിദ് അൽ ഹിന്ദി 23 എന്ന അഭ്യാസം നടന്നത്? ഉത്തരം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണ്. ഇന്ത്യക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ് അൽ മൊഹിദ് അൽ ഹിന്ദി 23 എന്ന അഭ്യാസം നടന്നത്? ഉത്തരം സൗദി അറേബ്യയിലാണ്. വ്യായാമം അൽ മൊഹിദ് അൽ ഹിന്ദി 23 ഇന്ത്യയുടെയും സൗദി അറേബ്യയുടെയും നാവിക സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസമാണ്. ഈ വർഷം മെയ് മാസത്തിൽ സൗദി അറേബ്യയിൽ വെച്ചാണ് ഇത് സംഘടിപ്പിച്ചത്. ഇത്തരത്തിലുള്ള രണ്ടാമത്തെ നാവിക അഭ്യാസം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യൻ നേവിയും റോയൽ സൗദി നേവൽ ഫോഴ്സും RSNF, റോയൽ സൗദി നേവൽ ഫോഴ്സിന്റെ ചുരുക്കപ്പേരാണ് RSNF, തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസമായ അൽ മൊഹിദ് അൽ ഹിന്ദിന്റെ 2023 രണ്ടാം പതിപ്പിന്റെ ഘട്ടം മെയ് 23 മുതൽ 25 വരെ സൗദി അറേബ്യയിലെ അൽ ജുബൈൽ വെച്ചാണ് നടന്നത്, അല്ലെങ്കിൽ അൽ ജുബൈലിൽ വെച്ചിട്ടാണ് നടന്നത്. INS തർക്കാശ, INS സുഭദ്ര, ഡോർണിയർ, മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് എന്നിവയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ അഭ്യാസത്തിൽ പങ്കെടുത്തത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ് അൽ മൊഹിദ് അൽ ഹിന്ദി 23 എന്ന അഭ്യാസം നടന്നത്? ഉത്തരം സൗദി അറേബ്യയിലാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സൗദി ഇറാൻ ഡെറ്റന്റെ സമാധാന കരാറിന് ഇടനിലക്കാരനായ രാജ്യം? സൗദി ഇറാൻ ഡെറ്റന്റെ സമാധാന കരാറിന് ഇടനിലക്കാരായ രാജ്യം? ഉത്തരം ചൈനയാണ്. സൗദി ഇറാൻ ഡെറ്റന്റെ സമാധാന കരാറിന് ഇടനിലക്കാരനായിട്ടുള്ള രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൈന. ഉത്തരം ചൈന. സൗദി ഇറാൻ ഡെറ്റന്റെ എന്നത് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള സമാധാന ഉടമ്പടിയാണ്. ഇത് അടുത്തിടെ ചൈന ഇടനിലക്കാരനായി അമേരിക്കയും പാശ്ചാത്യ ശക്തികളുമായി സാമ്പത്തികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളും കിടമത്സരങ്ങളും പശ്ചിമേഷ്യയിൽ വലിയ സ്വാധീനം നേടാനുള്ള ബീജിങ്ങിന്റെ ചുവടുവെപ്പുമായി ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ്. ഏതാണ്ട് 1.3 ശതകോടി ആളുകൾ വസിക്കുന്ന ചൈന മുൻപ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ന് ഇന്ത്യയാണ് ചൈനയേക്കാൾ ജനസംഖ്യ കൂടുതലുള്ള രാജ്യം. തലസ്ഥാനം എന്ന് പറയുന്ന ബീജിംഗ് ആണ്. കരപ്രദേശത്തിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമാണ്. അതിനോടൊപ്പം 1949 നിലവിൽ വന്നത് മുതൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവ്വ ആധിപത്യമാണ് ചൈനയിൽ. ചൈനയിലെ വലിയ നഗരം എന്ന് പറയുന്നത് ഷാങ്ഹായി ആണ്. ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്ന ആധുനിക സ്റ്റാൻഡേർഡ് മണ്ടാരിനാണ്. അംഗീകരിച്ച പ്രാദേശിക ഭാഷകൾ എന്ന് പറയുന്നത് മംഗോളിയൻ, ടിബറ്റൻ, സുവാങ്, ഇതര ഭാഷകൾ എന്നിവയാണ്. ചൈനയുടെ നാണയം എന്ന് പറയുന്നത് യുവാനാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: സൗദി ഇറാൻ ഡെറ്റന്റെ സമാധാന കരാറിന് ഇടനിലക്കാരായ രാജ്യം, അല്ലെങ്കിൽ ഇടനിലക്കാരനായിട്ടുള്ള മധ്യസ്ഥത വഹിച്ച രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ചൈനയാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക് അഥവാ ECN അടുത്തിടെ രൂപീകരിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? ഉത്തരം ആസാമിലാണ്. എലഫന്റ് കൺസർവേഷൻ നെറ്റ്വർക്ക് അഥവാ ECN എന്ന സംഘടന അടുത്തിടെ രൂപീകരിച്ചത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2023 മികച്ച ഫിഫ പുരുഷ കളിക്കാരനായിട്ടുള്ള അവാർഡ് നേടിയ ഫുട്ബോൾ താരം? ഉത്തരം ലയണൽ മെസ്സിയാണ്. 2023 മികച്ച ഫിഫ പുരുഷ കളിക്കാരന് വേണ്ടിയിട്ടുള്ള അവാർഡ് നേടിയ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. ജനനം എന്ന് പറയുന്നത് 1987 ജൂൺ മാസം 24 റൊസാരിയോയിൽ, അർജന്റീനയിലെ റൊസാരിയോയിലാണ്. ഇനി മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി 2ാം തവണയും നേടിയ സ്പെയിനിന്റെ കളിക്കാരി അലക്സിയ പുട്ടലസിനാണ് 2ാം തവണ ഈ പുരസ്കാരം ലഭിക്കുന്നത്. ജനനം 1994 ഫെബ്രുവരി മാസം 4 ബാർസലോണയിലാണ് അവർ ജനിക്കുന്നത്, അതായത് സ്പെയിനിലെ ബാർസലോണയിൽ. ഇന്ത്യക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ് അൽ മൊഹിദ് അൽ ഹിന്ദി 23 എന്ന അഭ്യാസം നടന്നത്? ഉത്തരം സൗദി അറേബ്യയാണ്. സൗദി ഇറാൻ ഡെറ്റന്റെ സമാധാന കരാറിന് ഇടനിലക്കാരനായ രാജ്യം ഏതായിരുന്നു എന്നതാണ് അടുത്ത ചോദ്യം. ഉത്തരം ചൈനയാണ്. സൗദി ഇറാൻ ഡെറ്റന്റെ സമാധാന കരാറിന് ഇടനിലക്കാരനായിട്ടുള്ള രാജ്യം. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഇന്നത്തെ ഉത്തരങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങളും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ എല്ലാ മാന്യശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.